ഞാന് സൈക്ലോവ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സത്യത്തിൽ ഞാൻ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാറേ ഇല്ല. കാരണം എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ആരും അങ്ങനെ ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജിത മാഡത്തിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പ്രൊഡക്റ്റ് ഓരോന്നും പറയലുണ്ടായിരുന്നല്ലോ മാഡം. അങ്ങനെ ആ സമയത്ത് സൈക്ലോവിനെ പറ്റിയിട്ട് ഞാൻ അന്നത്തെ മാഡത്തിന്റെ ക്ലാസ് കേട്ടു. അത് ഏകദേശം നമ്മളെ മൈൻഡിൽ കയറിയ സമയത്താണ് എന്റെ തന്നെ ലഗില് വർക്ക് ചെയ്യുന്ന ഫാത്തിമ മാഡത്തിന് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നു. PCOD ഉണ്ട് എന്നും പറഞ്ഞു. അപ്പൊ യൂട്രസിൽ ചെറിയൊരു തടിപ്പ് പോലെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ബ്ലീഡിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയ ആളുകൾക്ക് ബ്ലീഡിങ് എങ്ങനെയാണോ പോവുക ആ രീതിയിലാണ് ബ്ലീഡിങ് പോകുന്നതെന്ന് പറഞ്ഞു. ഒരു കട്ടക്കട്ട രൂപത്തിൽ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറച്ചി കഷ്ണം പോകുന്ന രൂപത്തിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ സത്യത്തിൽ അവര് എന്നെക്കാൾ കൂടുതൽ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ല റിസർച്ച് ചെയ്ത ആളാണ്. കാരണം ഓരോ മക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കവചപ്രാശമൊക്കെ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ്. പക്ഷെ ഈ സൈക്ലോവ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ എന്നോട് ചോദിച്ച് ജിവിതാത്ത, ഞാന് എന്റെ ഇളാമന്റെ മോള് തന്നെയാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ജിവിതാത്ത എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്താ കഴിക്കേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും വിവരം എനിക്ക് തരുമോ? ഏതെങ്കിലും ലീഡറെ വിളിച്ചിട്ട് വിവരം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ നോക്കാം. ഓളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഫോണ് കട്ടാക്കി. സത്യത്തില് അവള് എന്നോട് പറഞ്ഞത് അഞ്ജിത മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോന്നാണ്. കാരണം അലോപ്പതി ഡോക്ടേഴ്സ് ഉള്ള ടെസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയോ ഗുളിക എഴുതി കൊടുത്തിട്ട് അവളോട് പറഞ്ഞല്ലോ അതിങ്ങനെ കഴിച്ചാൽ മതി, അപ്പൊ മാറാൻ സാധ്യത ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ മാറും എന്നുള്ള ഉറപ്പ് അവരും കൊടുത്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ തീരെ താല്പര്യമില്ല. എനിക്ക് എന്താന്നറിയില്ല, പൊതുവെ അതിന്റെ ശരീരത്തിന് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും വാങ്ങിയിട്ടില്ല. ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അഞ്ജിത മാഡത്തിനെ ഒന്ന് വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. നമ്മള് ഒരുപാട് പ്രൊഡക്റ്റ് ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ക്യാഷ് കൊടുത്തിട്ടും അല്ലാതെ. ഇപ്പോ ഈ കോവിഡ് വന്നതിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ മാഡത്തിന്റെ കിട്ടിയതാ. അങ്ങനെയുള്ള ഞങ്ങള് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു സംശയ രീതിയിൽ മാഡത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയി. ഞാൻ എന്ത് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞപ്പോ, സത്യമായ കാര്യം കേട്ടോ, അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഓളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മാഡത്തിനെ വിളിച്ചപ്പോ ധൈര്യമായിട്ട് വുമൺ കമ്പാനിയനും സൈക്ലോവയും എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നതിനേക്കാൾ അവർക്ക് വിശ്വാസം ഡോക്ടർ പറഞ്ഞു എന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വുമൺ കമ്പാനിയനും സൈക്ലോവയും കണ്ടിന്യൂ ആയിട്ട് ഒരു 3 മാസം എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യ്, എനിക്ക് PCODക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യ്. അങ്ങനെ മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പൂർണ്ണമായിട്ട് മാറുന്നവരെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം എന്നും പറഞ്ഞു. ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം അവൾക്ക് ഭയങ്കര ആത്മവിശ്വാസം കിട്ടുകയും ചെയ്തു. അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു. 1 മാസം കഴിഞ്ഞു, 15 ദിവസം സാർ പറഞ്ഞു ആ ഗുളിക 15 ദിവസം. അതുപോലും എനിക്ക് അറിയില്ലായിരുന്നു അതിലേക്ക് അത് 15 ദിവസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കാനേ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ എന്തായാലും എന്റെ ആ സംഭവം വാങ്ങി കഴിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിത്താത്ത എനിക്ക് ബ്ലീഡിങ് ഒക്കെ ഓക്കെ ആണ്, ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്, നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും 1 മാസം കൂടെ കഴിച്ചിട്ട് ഞാൻ എന്താക്കും പോയി ഒന്ന് സ്കാൻ ചെയ്യുന്നിട്ട് എന്താണെന്നുള്ള റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അത് മാഡത്തെ വിളിച്ച് പറയണമെന്നും പറഞ്ഞു. സത്യത്തിൽ സംഭവിച്ചത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ പോയത്. ഇവർക്കൊക്കെ ആ ഒരു ലെവലാണ്. ഡോക്ടർമാർ എന്താണോ പറയുന്നത് അത് അവിടെ ഭയങ്കര എന്താ പറയാ എല്ലാരും ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായതുകൊണ്ട് ആരും അത് ഏറ്റെടുക്കൂല. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, മാഷാ അള്ളാ ഇന്ന് ഭയങ്കര റിസൾട്ടാണ്. അയാൾക്ക് പൂർണ്ണമായിട്ടും PCOD എന്നുള്ള പ്രശ്നവും മാറി. അയാളുടെ യൂട്രസിൽ കുമിളകൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതും മാറി. ഇവളെ റിസൾട്ട് കണ്ടിട്ട് ഇതേ പ്രശ്നമുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബി ഈ ഫാമക്ക് കൊടുത്ത് ആ മരുന്നൊന്നും എനിക്ക് കൊണ്ടുപോയി തരുമോന്ന് വെച്ചു. അപ്പൊ ഞാൻ ഏത് മരുന്ന്? അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓർക്കും തന്നെ ബ്ലീഡിങ് എന്ന് പറഞ്ഞാല് 25 ദിവസമൊക്കെ പീരീഡ്സ് ആവും. 25 ദിവസം പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നിസ്കാരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ,
15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാന്നാണ് പറയണത്. പക്ഷെ നമ്മൾക്ക് ഈ വൃത്തികേടും വെച്ചിട്ട് നിസ്കരിക്കാൻ നമുക്ക് തോന്നൂല. എനിക്കിതിൽ ഒരുപാട് ജെൻസ് ഉണ്ട്, സ്ത്രീകളും ഉണ്ടാവാം. പക്ഷെ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, സ്ത്രീകളെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഒരു മാസത്തിൽ 25-26 ദിവസമൊക്കെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ അത്രയും വലിയൊരു അവസ്ഥ ഉണ്ടാവൂല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു എന്നെ വിളിക്കുന്നത്. ഞാൻ ഒന്നും നോക്കില്ല, ഇവിടെ കൊടുത്ത റിസൾട്ട് ഉണ്ടല്ലോ. സൈക്ലോവ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യണത് അപ്പോഴാട്ടോ, കച്ചവടം ചെയ്യാൻ സ്റ്റാർട്ടിങ് ചെയ്യണത് അപ്പോഴാണ്. ഇത്രയും റിസൾട്ട് ഉള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മളെ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നതും അപ്പൊ തന്നെയാണ്. നമ്മൾ കൊടുക്കുമ്പോ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങി ഞാൻ ഓരോട് പോയി പറയുന്നത് ഇതാണ്, ഇതൊരു മാസത്തേക്ക് ഉണ്ടാവില്ല, 1,800 അങ്ങനെ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു. ഒരു മാസത്തേക്ക് 3 ബോട്ടില് പിന്നെ വുമൺ കമ്പാനിയനും കൊടുത്തിട്ട് പറഞ്ഞു, ഈ സൈക്ലോവ എന്ന് പറയുന്ന പ്രോഡക്റ്റ് 1,800 റേറ്റ്, 15 ദിവസമേ കഴിക്കാൻ ഉണ്ടാവുള്ളൂ, എന്താ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ കുടിക്കാനെന്ന് വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട എന്ന് പറയിക്കുന്നു. പക്ഷെ ഇല്ല, പാമക്ക് മാറിയിട്ടുണ്ടല്ലോ, ഞാനൊന്ന് കുടിച്ചോക്കട്ടെ. ഇനി ഒരു ഡോക്ടറെ ഞാൻ കാണിക്കാനില്ല ജുബിയ, ഇനി എനിക്ക് ഇന്നെ കൊണ്ട് ആവണില്ല, എനിക്ക് ഒന്നിനും പറ്റണില്ല, നിസ്കാരമൊക്കെ ഇങ്ങനെ കള്ളായിട്ട് ബേജാറാവണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വേണ്ടില്ല, സത്യത്തിൽ അത് വാങ്ങി 15 ദിവസം കഴിഞ്ഞപ്പോ 14ാമത്തെ ദിവസം 14ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജുബി ആ ഗുളിക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടുപോയിക്കൊണ്ട, നാളെയും കൂടെ കഴിക്കാനുള്ളൂന്ന്. ഇത്രയും കോൺഫിഡൻസിൽ നമുക്ക് എവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുക. ഞാൻ പിറ്റേന്ന് തന്നെ ആ സൈക്ലോവ അവിടെ 15ാമത്തെ ദിവസം ഞാൻ വീണ്ടും അവിടെ കൊടുത്തു. ഒരു മാസം കണ്ടിന്യൂ ആവണേ ഉള്ളൂ. ആ ഒരു മാസം പൂർണ്ണമാകുമ്പോഴത്തേക്ക് സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 25-26 ദിവസം ബ്ലീഡിങ് ആയ ആള് ഇന്ന് നോർമലായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ നോർമലായിട്ട് ഇപ്പൊ കുടിച്ചിട്ട് 3-4 മാസം കഴിഞ്ഞു. 2-3 മാസം ഒരു കണ്ടിന്യൂ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ഇപ്പൊ 2-3 മാസം കഴിഞ്ഞു. ഇപ്പൊ നല്ല പൂർണ്ണ റിസൾട്ടിലാണ് പോണത്. ഇതുവരെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് വന്നിട്ടുമില്ല. പൈസനെ പറ്റിയിട്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എത്രയോ ഡോക്ടർക്ക് 400-500 ഫീസ് കൊടുത്തിട്ട് 1000-2000 രൂപന്റെ മരുന്ന് വാങ്ങിയിട്ട് കിട്ടാത്ത റിസൾട്ട് എന്റെ കയ്യിൽ നിന്നുള്ള ഈ സാധനത്തിനാണ് കിട്ടിയതെന്ന്. നമ്മളെ പോലെയുള്ള സാധാരണക്കാര് കൊടുക്കുമ്പോ അത് മരുന്നാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു സംഭവം കൊടുത്തിട്ട് ഒരാൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എത്രയോ ആളുകളോട് നമ്മൾ പറയും മരുന്നല്ല, ഒരു സപ്ലിമെന്റ് ആണ്, പ്രൊഡക്റ്റ് എന്ന് പറയണം. അവർക്ക് അത് പറയാൻ കഴിയില്ല. അത് എന്താണെന്ന് അറിയോ, ഒരു മരുന്ന് കഴിച്ചിട്ടേ ഒരു രോഗം മാറിയിട്ടുള്ളതായിട്ട് അവർക്ക് അറിയുള്ളൂ. ഒരു മരുന്ന് കഴിച്ചാലേ രോഗം മാറുള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെ മൈൻഡിലുള്ള കാര്യം. അപ്പൊ അവർ അതേ പറയുള്ളൂ, മരുന്നാണ്. ഇത് നമ്മൾ എത്ര മാറ്റി പറയിപ്പിച്ചിട്ടും കാര്യമില്ല. അവര് പറയട്ടെ, മരുന്നായിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് റിസൾട്ട് ഉണ്ടോ. പലർക്കും ഒരൊറ്റ ചിന്തയുള്ളൂ, എന്താണ് ഇതൊക്കെ അതാണ് ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങും, ഇതൊക്കെ 4-5 കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടിക്കിട്ടും. എത്രയോ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ എന്താണ് 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ പൂട്ടിക്കെട്ടും. ആ പൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ ഇവര് വീണ്ടും വേറെ ഒരു കമ്പനി തുടങ്ങും. ഇതൊക്കെ ഒരുപാട് അനുഭവത്തിൽ വന്നതാണ് നമ്മളൊക്കെ. കാരണം ഇവരൊക്കെ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ. നമ്മളോട് പറയുന്ന ആളുകൾ പോലും നമ്മളെ പ്രായക്കാരായിരിക്കും. അവരാണ് ഈ പറയുന്നത്. ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ പോലും ഭയങ്കരമായിട്ട് വാദോരാതെ വാചാലരായിട്ട് ഇങ്ങനെ പറയണൊക്കെ കേൾക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു സംഭവം, ഈ മൈലേജ്, ഞാൻ അവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഇന്ന് നമ്മളെ വിരൽത്തുമ്പിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ വിരൽത്തുമ്പിലുണ്ട്. നാട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് അറിയണമെങ്കിൽ അതൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ന്യൂസ് എല്ലാവിധ ന്യൂസുകളും. ഞാൻ അവരോട് എന്നോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പോലും ഞാൻ പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ, MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിലെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് തളർന്നു കിടക്കുകയോ പിന്നെ വേറെന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുകയോ അല്ലെ മരണപ്പെട്ട് പോകുകയോ ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പനിയിലെ പരിപാടി നിർത്താൻ ഞാൻ തയ്യാറാണ്. അവർക്ക് പറയാൻ മറുപടി ഇല്ല. ഇന്ന് വരെ ഒരാൾക്കും അത് കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എന്തിനായിട്ട് കൊടുക്കാൻ മടിക്കും, ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ സാറ് പറഞ്ഞപ്പോ ഈ സൈക്ലോവനെ പറ്റിയിട്ട് എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ ആൻഡ് സൈക്ലോവ. PCOD ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ കൊടുത്തോളി. ഒരു അലോപ്പതിയിലേക്കും പോണ്ട. അപ്പോ സൂപ്പർ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും